രാജ്യം കഴിഞ്ഞ ദിവസമാണ് സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ഒത്തിരി അനവധി പേർ പലയിടങ്ങളിൽ നമ്മുടെ പതാക ഉയർത്തുകയുണ്ടായി, നമ്മുടെ സ്വാതന്ത്ര്യ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുകയുണ്ടായി. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നു. പക്ഷെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പിടിച്ചു മേടിക്കുകയായിരുന്നു. അതിനുവേണ്ടി ജീവത്യാഗം ചെയ്ത, അതിനുവേണ്ടി പോരാടിയ ഒത്തിരി പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം. പല മേഖലകളിൽ, പല രീതിയിൽ, പല പ്രാവശ്യങ്ങളിലായിട്ട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, തടവറകളിൽ പോയിട്ടുള്ള, അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ പോലും നിൽക്കാൻ സാധിക്കാതെ ഒളിവ് കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിരുന്ന, അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അനന്തരഫലമായിട്ടാണ് നമുക്ക് മറ്റൊരു രാജ്യത്തിൽ നിന്നും, അതായത് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പക്ഷെ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയിട്ടും അന്ന് നടന്ന വിഷയങ്ങളെ സംബന്ധിച്ചും, അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കളെ സംബന്ധിച്ചിട്ടുമുള്ള ചർച്ചകളും വിവാദങ്ങളും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യലബ്ധിയുടെ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാര് നമ്മുടെ വിഭജനത്തിന്റെ കാര്യത്തിൽ, അതായത് ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് 2 വിഭജനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ അവർ ഇട്ടിരുന്ന ഒരു വിഷം, മതത്തിന്റെയും അതുപോലെ തന്നെ ജാതീയതയുടെയും വിഷം ഇന്നും എവിടെയൊക്കെയോ നല്ല രീതിയിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ എന്നും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, നമ്മൾ നാനാ മതത്തിനെയും ഏക മതമായി കണ്ടുകൊണ്ട് ഒരൊറ്റ മനുഷ്യനായി ജീവിക്കുന്ന ഒരിടമാണ് എന്റെ രാജ്യമെന്ന്. അതെ, അതിൽ ഞാനും അഭിമാനിക്കുന്നുണ്ട്. എന്റെ ഭാരതത്തിന്റെ, എന്റെ രാജ്യത്തിന്റെ ആ ഒരു സങ്കല്പത്തെ, ആ ഒരു ആർഷഭാരത സംസ്കാരത്തെയൊക്കെ. പക്ഷെ എവിടെയൊക്കെയോ എന്തിന്റെയൊക്കെയോ പേരിൽ, ചെറിയ രാഷ്ട്രീയ നിഴൽക്കൂത്തുകളുടെ പേരിൽ അതെപ്പോഴൊക്കെയോ തച്ചുടക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഒരു തട്ടുകേട് സംഭവിച്ചാൽ അവന്റെ ഇഷ്ടങ്ങൾക്ക്, അവന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക്, അവന്റെ ജീവിത രീതികൾക്ക്, അവൻ ജീവിച്ചു പോരുന്ന അവന്റെ സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായാൽ എല്ലാവരും ഒന്നായി നിൽക്കും. അതിനെ നമ്മുടെ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ഒന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. സംസ്ഥാനങ്ങളുടെ വേരുകളോ കെട്ടുറപ്പാടോ ഒന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തിന് മുന്നിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എപ്പോഴും നമ്മൾ വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യണം. നമ്മളുടെ നാട്ടിലേക്ക് പണം എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടനയിൽ ഒരു ഭൂരിഭാഗം പങ്കുവഹിക്കുന്ന പ്രവാസികൾ നമ്മുടെ ഇടങ്ങളിലുണ്ട്. സ്വന്തം നാടിനെ മറന്ന്, സ്വന്തം നാട്ടിന്റെ സ്നേഹം മറന്ന്, ഉറ്റവരെ മറന്ന്, വേണ്ടപ്പെട്ടവരെ മറന്ന് പ്രവാസ ലോകത്ത് പോയി പണിയെടുത്ത് നമ്മുടെ നാടിന്റെയും കൂടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേർ. അവിടെ അവർ ഒന്നാവുന്ന ഒരു നിമിഷമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ കൊടിയുടെ കീഴിൽ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിന്ന് ഏകസ്വരമായി സംസാരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് പ്രവാസ ലോകത്ത് കാണാൻ സാധിക്കും. എന്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പ്രവാസിക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. രാജ്യത്ത് നിൽക്കുമ്പോൾ, ക്രിക്കറ്റ് കളി കാണുമ്പോൾ, എന്തെങ്കിലും ആവേശപരമായിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ മാത്രം ഉണരുന്ന രാജ്യസ്നേഹം ചില ആളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി, ഒരുപാട് പേർ, പല രാഷ്ട്രീയ വിഭാവനം ചെയ്ത, പല രാഷ്ട്രീയ ചിന്താഗതികളുള്ള, പല മതങ്ങളിൽ ജനിച്ച ഒരുപാട് പേർ അവരുടെ പ്രയത്നം കൊണ്ടും അവരുടെ ത്യാഗം കൊണ്ടും തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന NDA സർക്കാരും ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരും നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിനകത്ത് ചൊലുത്തുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ചിലയേറിയ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള അവരുടെ കടന്നുകയറ്റങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പല രൂപത്തിലാണ്, പല രീതികളിലാണ്. പ്രവൃത്തികൾ നല്ലത് ചെയ്യുമ്പോഴും നല്ല സ്നേഹമായ വാക്കുകളിൽ, മധുരമായ രീതിയിൽ, ചിരിയിലൂടെയും സ്നേഹത്തിലൂടെയും സന്ദേശത്തിലൂടെയും ഒരുപാട് നല്ല മെസ്സേജുകൾ തരുമ്പോഴും എവിടെയൊക്കെയോ എന്തിന്റെയൊക്കെയോ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ എവിടെയോ ഒരു പൂട്ടിട്ട് കെട്ടിവെക്കുന്ന ഒരു സിസ്റ്റം ഇന്നും നമ്മുടെ നാട്ടിൽ നിൽപ്പുണ്ട് എന്നതിന്റെ കുറെ വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഇവിടുത്തെ യുവജനങ്ങളെയും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനെയും ഒന്നായി നിർത്തിക്കൊണ്ട് ഒരു വ്യക്തമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ ജനത, അതായത് യുവജനത, വിദ്യാർത്ഥികൾ അനുഭവിച്ച ഒരു വിഷയത്തിന്മേൽ അവർ ശബ്ദമുയർത്തിയത്.
അവിടെ പല രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടു. എന്തിനേറെ സോഷ്യൽ ഇടത്ത് അവർ എന്ത് രീതിയിലുള്ള പോസ്റ്റുകൾ ഇടണം, അവരിടുന്ന പോസ്റ്റുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതെല്ലാം തന്നെ ഈ ഇത്രയും വർഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് മേലെ ഒരാൾ കയറി അധികാരം സ്ഥാപിക്കുന്നുണ്ട് എങ്കിൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും തന്നെ അത് തെറ്റെന്ന് പറയുവാൻ ആർജവമുള്ള ഒരു ജനത ഇന്ന് ശബ്ദമുയർത്തി വരുന്നുണ്ട്. അത് അങ്ങ് ഡൽഹിയിലാണ് സംഭവിച്ചു എങ്കിൽ ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ അവർക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദങ്ങളെ, അവർക്കെതിരെ ചൂണ്ടുവിരൽ ഉയർത്തി ചോദിക്കുന്ന ശബ്ദങ്ങളെ നിശബ്ദരാക്കുവാൻ വേണ്ടി സോഷ്യൽ ഇടത്ത് കടന്നാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ചാനലിന് നേരെ ഉണ്ടായിട്ടുള്ള മെറ്റയുടെ നിയന്ത്രണങ്ങൾ. ചില അവരുടെ കാർഡുകൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്, എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കുറച്ച് കുഞ്ഞു കുട്ടികൾ അവരുടെ രാഷ്ട്രീയം എന്താണെന്നും അവർ കാണുന്ന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്ത രാഷ്ട്രീയത്തെയും തന്നെയായിരിക്കും അവർ പൊതു ഇടത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് 18 വയസ്സാകുന്നത് വരെ അവർക്ക് അവരുടെ രക്ഷകർത്താക്കളുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോവുക. വളരെ വ്യക്തമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിയാണ് അത് കൺട്രോൾ ചെയ്യുന്നതെന്ന്. എന്നിട്ട് പോലും ആ കുട്ടികളിട്ട വീഡിയോയിൽ പോലും ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇവിടുത്തെ ഒരു സിസ്റ്റം തയ്യാറെടുക്കുന്നുവെങ്കിൽ എവിടെയാണ് സ്വാതന്ത്ര്യം? ആർക്കാണ് സ്വാതന്ത്ര്യം? എന്തിന്റെ പേരിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്? പറയുവാനുള്ള ഒരു അവകാശത്തെ, പ്രതികരിക്കുവാനുള്ള അവകാശത്തെ, സമരം ചെയ്യുവാനുള്ള അവകാശത്തെ ഇവിടെ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വഴിയും തെറ്റെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ ജനം തന്നെയാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ജനത്തിന് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കാനോ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്മേലെ ഒരു വിലങ്ങ് തടിയാവാനോ അല്ല ഇവിടെ ജനം ആരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഏത് നേതാവ് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു ശബ്ദത്തെ നിങ്ങൾക്ക് നിശബ്ദമാക്കുവാൻ സാധിക്കുമായിരിക്കും. പക്ഷെ 1000 ശബ്ദങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് കെട്ടിയടയ്ക്കും, അല്ലെങ്കിൽ എന്ത് ചങ്ങലയിട്ട് കെട്ടിപ്പൂട്ടും? അതെന്നും വിച്ഛേദിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നല്ല നിലപാടുകളോടുകൂടി അവരുടെ രാഷ്ട്രീയവും അവരുടെ ചിന്താഗതിയും അവരുടെ വീക്ഷണവും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു യുവതലമുറ ജീവിച്ചിരിപ്പുണ്ട്. ആ യുവതലമുറ നാളേക്ക് വേണ്ടിയുള്ള, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ രാഷ്ട്രീയം അവർ പറയുക തന്നെ ചെയ്യും. അവരുടെ സത്യങ്ങൾക്ക് മുന്നിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുക തന്നെ ചെയ്യും. അവർ ഇനിയും ഇവിടെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ പ്രതിഷേധ ശബ്ദമുയർത്തും. പ്രതിഷേധിക്കുവാനും പോരാടുവാനുമുള്ള ഒരു മണ്ണിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1947 നമ്മൾ സ്വാതന്ത്ര്യം മേടിച്ചെടുത്തത് പോരാടിയും വിപ്ലവം നടത്തിയും തന്നെയാണ്. ആ മണ്ണിൽ ജീവിക്കുന്ന ഇവിടുത്തെ യുവതലമുറ ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. നാടിന്റെ നന്മയ്ക്കും നാടിന്റെ യശസ്സിനും എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു നല്ലൊരു ഭാരതീയ സംസ്കാരത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭാരതീയൻ എന്ന രീതിയിൽ ശബ്ദങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുമ്പോൾ ശബ്ദം ഉയർത്തുവാൻ തന്നെയാണ് ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്റെ മറ്റു വീഡിയോകളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.